നമ്മളെ മേലാർമാക്കൊരു ആഗ്രഹം കുതിരമ കയറണമെന്നല്ലേ. അപ്പോൾ അങ്ങനെ കുതിര കണ്ടേ അല്ലേ? കോഴിക്കോട് വന്നിട്ട് നമ്മളെ കുതിരസവാരിയൊക്കെ നിങ്ങൾ കയറിയല്ലേ? എങ്ങനെയുണ്ട് നമ്മളെ കുതിരസവാരി? അടിപൊളിയാണ്. നിങ്ങളോട് സ്ഥലം? ഞങ്ങളെ ഓമശ്ശേരി അല്ലേ? ഇവിടെ ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മളെ ഈ കാലിക്കറ്റ് ബീച്ചിന്റെ മുഖച്ചായം മാറ്റിയതിന്റെ ശേഷം ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഒരുപാട് സ്ഥലം ഒരു സ്പേസ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഒരു ബീച്ചിന്റെ അല്ലെങ്കിൽ കുറഞ്ഞ ഏരിയ മാത്രമേ നമുക്ക് ബീച്ച് ഓരോ കടങ്ങളായിട്ട് നിൽക്കുമ്പോ അല്ലേ മൊത്തത്തിലൊരു മാറിയ ഫീൽ ഉണ്ട്. നമ്മൾ കാലിക്കറ്റ് ബീച്ചിൽ വന്നാലേ കുതിരസവാരി ഇവിടെ വർഷങ്ങളോളമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെറിയ പൈസ ഉള്ളൂ. അപ്പം എന്താ ചെയ്യുക, അപ്പം നമ്മൾ ദോമോക്ക് നോട്ടണം എന്ന് പറഞ്ഞ് അപ്പം ഓടിച്ചു നോക്കുക. അപ്പം എന്താ ചെയ്യുക, ബീച്ചിൽ വന്നാൽ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. കുതിരമേൽ കയറാതെ ഒട്ടകത്തിൻ്റെ മേലും കയറാതെ എന്ത് ബീച്ച് അല്ലേ? ഒരു അലമ്പും കാര്യങ്ങളും ഇല്ലാത്ത കുതിരയാണ്. അത് സിമ്പിളായിട്ട് പോവുക. ഓളൊന്നും ഞാൻ പിടിക്കും പോലും ഇല്ല. കുതിര എൻ്റെ ഒപ്പം ഇങ്ങനെ വരികയാണ്. അപ്പം അതാണ് നമ്മളെ കാലിക്കറ്റ് ബീച്ചിൻ്റെ ഒരു മാർഗം. എന്താ വെച്ചാൽ എല്ലാ കുതിരൻ്റെ പോലെ അല്ല ഈ കുതിര ഉള്ളത്. ഇത് നമ്മളെ ട്രെയിനേഡായിട്ടുള്ളൊരു കുതിരയാണ്. അപ്പോൾ സ്മൂത്താണ്, ആൾ കൂളാണ്. അപ്പോൾ ബീച്ചിൽ വന്നാൽ നിങ്ങൾ മസ്റ്റായിട്ട് എന്താ ചെയ്യുക, ഇത് ട്രൈ ചെയ്യുന്നേ വേണം. നമ്മളെന്താ പറയുക, നമുക്ക് ധൈര്യമായിട്ട് രണ്ട് കൈയും വിട്ടാണ്ട് എന്ത് ചെയ്യുക, കുട്ടികളെ അതിൻ്റെ ബാക്കിലിരിക്കാണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോവാം. അതൊക്കെ കുതിര പറഞ്ഞാൽ അപ്പടിക്കും, അല്ലെങ്കിൽ കാലുകൊണ്ട് തട്ടും, അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ബാക്ക്കൊണ്ട് ഒറ്റ അടിയാക്കാരം. ചെറിയ കുട്ടികൾക്കാണ് ഏറ്റവും വലിയ ഒരു ഇത്. ചെറിയ കുട്ടികൾക്കല്ല ഇപ്പോൾ കുതിരൻ്റെ മേലൊക്കെ കയറണം എന്നുള്ളൊരു പൂതി ഉണ്ടാകുക ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ ഓല ആഗ്രഹങ്ങൾക്ക് ഇങ്ങനത്തെ സാഫിലാക്കി കൊടുക്കുക. നമ്മൾ പിന്നെ ഈ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല ഈ കുതിര സവാരി പല ആളുകൾക്കും തെറ്റിദ്ധാരണയാണ്. ഞാൻ ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോന്നില്ലേ, അപ്പോൾ കുതിര ഒരു അലമ്പില്ലാത്തൊരു കുതിരാണ്. എത്ര വലിയ ആളുകൾക്കും ആണെങ്കിൽ സവാരി ചെയ്യാം. ഞോട്ടാൻ ധൈര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈവിട്ടരും. പക്ഷേ വീണാൽ നിങ്ങളെ ഏറ്റെടുക്കേണ്ടത് നമ്മൾ ഏൽക്കില്ല. അപ്പം നമ്മളെ കുതിര ഇപ്പോൾ വർഷങ്ങളോളമായിട്ട് നമ്മളിവിടെ ബീച്ചിൽ സവാരി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സുൽത്താനെ കൊടുത്തതിന് ശേഷം വേറൊന്ന് ഐറ്റംസ് ഇറക്കിയതാണിത്. അപ്പോൾ എന്താ ചെയ്യുക, കാലിക്കറ്റ് വരുമ്പോൾ എന്താ ചെയ്യുക, ഈ ഒരു സവാരി നിങ്ങൾ മിസ് ചെയ്ത്